ഹായ് ഗൈസ്, അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രോ തുടങ്ങണമെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. സോ ട്രൈ ആണ്. അപ്പം മിസ്റ്റേക്സ് കാണാൻ എല്ലാം കാണാം. ഇനി ഇത് വീഡിയോ ഞാൻ ഇടുമെന്ന് പോലും അറിയത്തില്ല, ബട്ട് ഒരു ട്രൈ. അപ്പം ഞാൻ പറഞ്ഞ് കൊളാക്കുന്നില്ല. സോ കോണ്ടന്റ് വാസ് ലൈക്ക് ഞാനും ചേച്ചി ഇവിടെ ചുമ്മാ ഇരുന്നപ്പം പോസ്റ്റായിരുന്നു. അപ്പോൾ പോസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു രാത്രി ഒരു സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോവാം. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ക്യാപ്ചർ ചെയ്യാം. അപ്പം ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ്. എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഒന്നും അറിഞ്ഞുകൂടാ. സോ നമ്മളങ്ങനെ ഞാനും അവളും കൂടെ പോവാണ്. വാ കാണിച്ചേ. അപ്പം അപ്പം നമുക്ക് കാണാം. ഹായ്. അപ്പം വീണ്ടും വന്നു. അതായത് നമ്മളെന്താണ് പറയാൻ വന്നത്? നമ്മൾ പോകാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം നടന്നപ്പോൾ വീഡിയോ എടുത്ത്, പക്ഷെ അതൊന്നും ശരിയായില്ല. ഞാൻ ഫോൺ തിരിച്ച് വെച്ചിട്ടാണ് എടുത്തത്. അപ്പം എൻ്റെ മുഖമൊന്നും കിട്ടില്ല. ഇവിടെയൊക്കെ കിട്ടുന്നത്. ഇവളെ കാണാൻ പറ്റണില്ല. സിനിമാറ്റിക്കലെടുത്ത് കൈ വേദന എടുക്കണം. കുറച്ച് ലൈറ്റ്സ് ഒക്കെ കുറവാണ്. ഏതോ ഒരു വീടിൻ്റെ എവിടെയുള്ള പോസ്റ്റ് അവിടെ നിൽക്കണം. അപ്പം അതായത് ഞാൻ പറയാൻ വന്നത് വെച്ചാൽ ഞങ്ങൾക്കായാലും എനിക്കാണെങ്കിലും ഇങ്ങനെ വീഡിയോ വന്നിട്ട് എന്ത് പറയണം, അതെങ്ങനെ വരും, ഒന്നും അറിഞ്ഞു, ലിറ്ററലി ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ കൈ വേദന എടുക്കുന്നത് എങ്ങനെ എല്ലാവരും പിടിക്കണം? കണ്ട, ഇതാണ് മാറ്റർ. ദിസ് ഈസ് ദ മാറ്റർ. അപ്പം കൊക്ക് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് സംസാരിക്കണമെന്ന് അങ്ങനെ എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. ഒരു ഐഡിയ ഇല്ലാതെ പെട്ടെന്ന് എന്നാൽ പിന്നെ എടുത്ത് കളയാം എന്ന് വിചാരിച്ചിട്ട്. അതായത് കുറേ നാളുടെ പ്ലാനിങ് ഉണ്ട്. ഒരു യൂട്യൂബ് തുടങ്ങാം, ഒരു കോണ്ടന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല. ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു ഓൺ വോയിസ് ഇടാനൊന്നും എനിക്കറിയാം. ഞാൻ കുറേ നാളിട്ട് മറ്റേ ഈ സോഷ്യൽ മീഡിയാസിലുണ്ട്, പക്ഷേ എനിക്കറിയത്തില്ല. എൻ്റെ കൈ വേദന എടുക്കാൻ അപ്പം ഞാൻ എൻ്റെ കൈ വേദന എടുത്ത് ഞാൻ ഇവൾക്ക് ഷിഫ്റ്റ് ചെയ്തു. സോ അതായത് അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്. പക്ഷേ യൂട്യൂബ് വാസ് ലൈക്ക് എപ്പോഴും ഡ്രീമായിരുന്നു. കാണുമ്പോഴേക്ക് ചെയ്യണമെന്ന് തോന്നും. പക്ഷേ സ്റ്റാർട്ടിങ് വാസ് ലൈക്ക് എനിക്കുണ്ടായിരുന്നു ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ഭയങ്കര ടോക്കറ്റീവ് പേഴ്സൺ അല്ല. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അത് പറഞ്ഞത് എങ്ങനെ ശരിയാവുമെന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് നമ്മൾ നോർമലി ഒരു പേഴ്സണെടുത്ത് ഫേസ് ടു ഫേസ് സംസാരിക്കണ പോലെ വരുന്നില്ല. സോ ദ പോയിന്റ് ഈസ് ലൈക്ക് അറിയത്തില്ല, ഫോൾട്ട്സ് ഉണ്ടാവും, എല്ലാം ഉണ്ട്. ഇത് എത്ര റീച്ച് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ എന്തായാലും കാണും ഉറപ്പായിട്ടും. ഞാൻ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി കാണിപ്പിക്കും. എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഞാൻ കാണിപ്പിക്കും. അതെ, കൈവേദനല്ലേ. അതെങ്ങനെ കൈവേദനയൊക്കെ എടുക്കുന്നത് എനിക്കറിയത്തില്ല. ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദന എടുക്കത്തില്ല. എനിക്ക് വേദന എടുക്കുന്നു. എനിക്കും വേദന എടുക്കുന്നുണ്ട്. എൻ്റെ ഫോണാണെങ്കിൽ TV കണക്കാണ് ഇരിക്കണം. അവസ്ഥ 2 ഫോണാണ് പിടിച്ചു വെച്ചേക്കുന്നത്. സത്യം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഒരുപാട് ഫ്ലോസ് ഉണ്ടാവും. സോ അതെ, കോമെന്റ് ചെയ്യുക. ലൈക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത് ബെറ്റർ ആക്കാം എന്നൊക്കെ ഉള്ളൊരു സജഷൻ വേണം ടു മൈ ഫ്രണ്ട്സ് ടു ലൈക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത്. അതെ, മതിയാക്കി എൻ്റെ കൈ വേദന എടുക്കണ മതി. അപ്പം നമ്മളിനി സംഭവം എന്ന് വെച്ചാൽ നമ്മളിനി കഫേ പോവാണ്. അതായത് എൻ്റെ ഉമ്മയുടെ ഒരു ഷോപ്പുണ്ട്. അപ്പം അവിടെ പോയി നമ്മൾ പറഞ്ഞില്ല നമ്മളിങ്ങനെ പോകണ കാര്യം. നമ്മളിപ്പോൾ 8:30 സംതിങ് ആയി. അപ്പം ഇനി പോയിട്ട് പെർമിഷൻ അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് പറയണം ഇങ്ങനെ നമ്മൾ പോവാണ്. അപ്പം പോയിട്ട് ഒന്ന് അവിടെ എത്തിയിട്ട് നമുക്കിനി ബാക്കി കാണാം. ബൈ. സോ ഗൈസ്, നമ്മളങ്ങനെ അമ്മയുടെ ഷോപ്പിലെത്തി. ലൈറ്റ് പോയി. അപ്പം ഇവിടെ എത്തി. നമ്മളിനി പോവാണ്. അവിടെ തിരക്കാണ്, കുറച്ചധികം തിരക്കാണ്. നമ്മൾ തിരിച്ചപ്പോൾ ഇവിടെ കയറുമായിരിക്കും. അപ്പോൾ കയറുമ്പോൾ വന്നാണ് ആദ്യത്തെ വീഡിയോയിൽ തന്നെ അതിനപ്പുറത്താണ് ചമ്മന്ന കുറേ സോ ഗൈസ്, നമ്മളങ്ങനെ എത്തി. അറ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ നമ്മളവിടെ സ്ട്രീറ്റ് ഫുഡിൻ്റെ അവിടെ എത്തി. ഒരുപാട് കടയുണ്ട്. പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കടയൊക്കെ ഉണ്ടാകും. 1.5 വർഷത്തിനകത്ത് ഒരു വർഷം ആവത്തേയുള്ളൂ ഇത്രയും ഓണായിട്ട്. അതിങ്ങനെ
ലേറ്റ് നൈറ്റ് വരെ കാണും. ഭയങ്കര രസമാണ്. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിക്കുക കയറണം എപ്പോഴെങ്കിലും കയറണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇപ്പോഴാണ് ഇത്ര അടുത്ത് കിടന്നിട്ട് തൊട്ടടുത്ത് കിടന്നിട്ട് ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ലൈക്ക് വന്നിട്ടുണ്ട്. ചില നോർമൽ സാധനങ്ങൾ വാങ്ങാൻ. ഇവിടെ കുറേ സ്പെഷ്യൽ സാധനമൊക്കെ ഉണ്ട്. എന്തൊക്കെയൊന്നും അറിഞ്ഞൂടെ, നോക്കണം, നോക്കിയിട്ട് വാങ്ങണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ട്രൈ ചെയ്യണം. എല്ലാമൊന്നും അല്ല, നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ ബഡ്ജറ്റിലുള്ള ഫുള്ളൊന്നും കഴിക്കാൻ പറ്റും. ഞാൻ അത്ര ഫുഡിയല്ല, ഇവിടെ വീണ്ടും ആണ്, പക്ഷേ പറ്റുന്നത്ര. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ ആൾക്കാരെ മുമ്പ് വെച്ച് വീഡിയോ ഒന്നും എടുക്കാറില്ല. എനിക്കൊന്ന് ഭയങ്കര ചമ്മലൊക്കെയാണ്. മിക്ക ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ആരെയും നോക്കാണ്ട് ചെയ്യണമുണ്ട്. പക്ഷെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ നമ്മൾ വീഡിയോ എടുത്തില്ല അല്ലേ, കാണിച്ചാൽ ഇവിടെ എന്താണ് കണ്ട. ഇവിടുന്ന് ഫുള്ളും നോ. ഹായ് കേസ്, ഇതാണ് നമ്മുടെ മോമോസ് കട. വൈഷു ഓർഡർ ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഏതെടുക്കാം? ഓർഡറൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വിചാരിച്ചു നമ്മൾ കസിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാത്തിനും കുറച്ച് ട്രൈ ചെയ്യാന്നുള്ളു. അപ്പോൾ ബാക്കി പാഴ്സൽ ചെയ്യാം എന്നുള്ളത്. നമ്മൾ കുറച്ച് കഴിക്കാൻ വേണ്ടി എടുക്കുന്നു അല്ലേ? എത്ര എണ്ണം? 2 എണ്ണം. സോ നമുക്കിവിടെ സീറ്റ് കിട്ടി. നമ്മളിവിടെ വന്ന് ഇരുന്നു. നമ്മളിനി സാധനത്തിന് വെയിറ്റ് ചെയ്യാണ്. ഹോപ്പ് പൊളിയായിരിക്കും. നല്ല ടൈം എടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ അങ്കിളുടെ വീട്ടിലോട്ട് പോകും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പാർസലൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് ഈ ജങ്ക് ഫുഡ് എല്ലാം അവിടെ കൊണ്ട് കളയും. അതെ, ബാക്കി വരുന്നതല്ല, നമ്മൾ കുറച്ച് അവക്കും കൂടാ. ഇനി നമ്മളിത് കഴിഞ്ഞിട്ട് മക്ഡൊണാൾഡ്സ് അല്ലേ, മെക്കഫേ പോയാലോ? അവിടെ എവിടെയെങ്കിലും പോവാം. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയോ ഇല്ലേ? പൊറോട്ട വേറെ എന്തെങ്കിലും നോക്കാം. പൊറോട്ട എപ്പോഴും കഴിക്കണല്ലേ, രാവിലെയും കൂടെ കഴിച്ചുള്ളൂ. അത് ലൈവ് തന്നെ തന്നെ. കേസ് അപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റുന്ന, നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തുള്ളതൊക്കെ ട്രിവാൻഡ്രത്തുള്ള മറ്റേ ഫുഡ് സ്പോട്ടൊക്കെ പറഞ്ഞു തരണം. അല്ല, നമുക്കറിയാത്തതും ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തോന്നറിയാം. നീ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ പോയിട്ട് പൊറോട്ട ബീഫും കഴിച്ചിട്ടുണ്ടോ? ഞാൻ അതിന് ഫുഡ് പേഴ്സൺ അല്ല, അപ്പം ഞാൻ അങ്ങനത്തെ കോണ്ടന്റ് വലുതായിട്ട് കാണാറില്ല. അവള് കാണും. ഉടുപ്പ്, എനിക്ക് ഡ്രസ്സ്, മേക്കപ്പ് ഇതിനോടൊക്കെയാണ് വലിയ താല്പര്യം ആയതുകൊണ്ട് നമ്മുടെ മുട്ടായി പൊടിച്ചിട്ടതായിരിക്കുമോ? ഞാൻ വിചാരിച്ചു മറ്റേ വിപ്പിടി ക്രീമൊക്കെ ഉണ്ടല്ലോ, ഇടുവായിരിക്കും. പറ ഇങ്ങനെ ഉണ്ടെന്ന് പറ. എക്ലേസ് ഷേക്കാണ് ഞങ്ങൾ മേടിച്ചത്. 69 അല്ലേ? 69 സംതിങ് ഉള്ളൂ. കൊള്ളാം. എൻ്റെ ഞാനാണ് അടുത്ത റിവ്യൂ. കേക്കില്ലേ, കേക്കിൻ്റെ ഒരു ടേസ്റ്റ്, പക്ഷെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഐസിൻ്റെ ഞാൻ ഈ ഫുഡിനോട് അങ്ങോട്ടൊന്നും അറിഞ്ഞൂടാ. കിട്ടുന്ന ഞാൻ തിന്നിട്ട് പോകും. ചേച്ചി പറഞ്ഞു കത്തിയാണ് കുടിച്ചിട്ട് മതി.
കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് കേക്കിൻ്റെ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ ശരിക്ക്. ഞാനൊന്നും ചെയ്തില്ല. നമ്മൾ വാങ്ങിച്ചത് ഒന്ന് ഫ്രൈയും ഒന്ന് സ്റ്റീം. ഫ്രൈഡും ഒന്ന് സ്റ്റീമാണ്. ഇത് പെരി പെരി ചിക്കൻ സ്റ്റീമിൻ്റെയും ഇത് ചിക്കൻ മോമോ ഫ്രൈഡും ആണ്. ചിക്കൻ മോമോ ഫ്രൈഡാണ്. ഞാൻ മോമോയുടെ ആളൊന്നും അല്ല. ആ ഡിപ്പ് യൂസ് ചെയ്യും. ഗുഡല്ലേ? കൊള്ളാം, സത്യം പറഞ്ഞാൽ കൊള്ളാം. സ്റ്റീം നോക്ക്. ലൈക്ക് മോമോസ് പൊളിയല്ലേ? എനിക്കിഷ്ടമാണ്, ഇവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അല്ല, എനിക്ക് സ്റ്റീമിൻ്റെ ആയതുകൊണ്ടാണ് ഇഷ്ടമല്ലാത്ത. അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഫ്രൈഡ് ഞാൻ ഒന്നും കഴിക്കാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിന് ഇഷ്ടമല്ല. ഇത് കഴിച്ചു നോക്കുക. നീ മറ്റേതും കൂടെ കഴിക്കും. സ്റ്റീമിൻ്റെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് സോ ഞാൻ ഇനി ട്രൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഫ്രൈഡിൽ നിന്ന് പോകാം. നൈസ് അല്ലേ? ഫ്രൈഡ് നല്ല ടേസ്റ്റുണ്ട്. ഇത് കുടിച്ചിട്ട് കഴിച്ചു നോക്ക്. എനിക്ക് ആക്ച്വലി മോമോസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാനെപ്പോഴും വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ടൈമിലൊന്നും ഇതൊക്കെ എപ്പോഴും ഇഷ്ടം കാണത്തില്ല. അപ്പം ഞാൻ മിക്ക പ്രാവശ്യം ഓർഡർ ചെയ്തില്ല. ഓർഡറിന് വേണ്ടി വന്നിട്ട് ഞാൻ മാറ്റിക്കളയും. പെരി പെരി സ്റ്റീം. കൊള്ളാവോ? മോമോസ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പം ചില്ലീൻ്റെ ഭയങ്കര ഒരു ബട്ട് ഇതിന് രണ്ടുമായിട്ട് കമ്പയർ ചെയ്താൽ ഫ്രൈഡാണ് കുറച്ചുകൂടെ കൊള്ളാവുന്നത്. ഫ്ലേവർ വൈസ് ആണെങ്കിലും പെരിപ്പെരീൻ്റെ ഒരു നല്ല പെരിപ്പെരിയാ. പനിയായിരുന്നു ഒരു 1 വീക്ക് മുമ്പ്. പിന്നെ തണുപ്പൊന്നും കഴിക്കണം. ഇപ്പം തണുപ്പ് കൂടെ കഴിച്ചിട്ട് മതി മതി, ബാക്കി ഞാൻ കഴിച്ചോളാം. ഈ പാഴ്സൽ കിട്ടി. ഇല്ല, ഏതാ ഉള്ളത്? നമ്മളിപ്പം ഇവിടെ വന്നപ്പം പാനിപൂരി ഇല്ല, പിന്നെ വേറെ എന്തൊക്കെ മസാലപ്പൂരി, പിന്നെ സേൽപൂരി, അങ്ങനെ അതേ ഉള്ളൂ അതൊക്കെ അല്ല അതേ ഉള്ളൂ. അപ്പം എനിക്ക് അതൊന്നും കഴിക്കണ്ടായിരുന്നു. എനിക്ക് പാനിപൂരിക്ക് വേണ്ടി ഞാൻ വന്നതാണ്. എനിക്ക് പാനിപൂരി കഴിക്കണമെന്നില്ലായിരുന്നു. ആക്ച്വലി ഇവിടുത്തെ പാനിപൂരി നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. അപ്പം ഇല്ല. അപ്പം നമുക്കിനി വേറൊരു കടയുണ്ട്, മുട്ട പൊട്ടിത്തെറിച്ചത്. അയ്യോ ലൈറ്റില്ല, ഗ്ലോയിങ്. നമ്മുടെ അവിടുത്തെ ചേട്ടൻ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മുട്ട പൊട്ടിത്തെറിച്ചത്. ഇന്ന് ലിപ്സ്റ്റിക്കൊക്കെ പോയി ഗൈസ്. വീണ്ടും ഇടാൻ വയ്യ. ഇത് തന്നെ എന്തോ കടിച്ചതാണ്. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് ബ്ലെൻഡ് ആക്കാണ്ടിരിക്കണമല്ല. നിനക്ക് സ്ട്രീറ്റ് ഫുഡാണ് അത് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം? സ്ട്രീറ്റ് ഫുഡ്, എനിക്ക് സ്ട്രീറ്റ് ഫുഡ് ഭയങ്കര ഇഷ്ടം. എനിക്കും സ്ട്രീറ്റ് ഫുഡ് ഞാൻ എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴാണെങ്കിൽ ഞാൻ തട്ടുകട അത് ഫാമിലിയായിട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ഓർഡർ ചെയ്യാം, പേ അവർ ചെയ്തോളും. ആയിട്ട് പോകുമ്പോഴല്ല, പർട്ടിക്കുലർ ചില ആൾക്കാരുണ്ട്, അവരുമായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ചോയ്സിന് പോകാൻ പറ്റും. അങ്ങനെ എല്ലാവരുമായിട്ട് പോകുമ്പോഴത്തേക്കും ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊന്നും കയറാൻ പറ്റില്ല. അങ്കിളൊക്കെ ആയിട്ട്, അങ്കിൾ ഫാമിലി മാത്രമൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ കയറി കഴിക്കാൻ പറ്റും. തട്ട് വേണമെന്ന് പറയാം, തട്ടിലൊക്കെ പോയി കഴിക്കാൻ. എനിക്ക് ഫാമിലിയായിട്ട് പോകുമ്പോൾ റെസ്റ്റോറൻ്റ് ആയിരിക്കും തട്ടുകടേക്കാളും, ബിക്കോസ് അവർ പൈസ എടുക്കും. പിന്നെ ഫ്രണ്ട്സ് അത് മാത്രമല്ല, മീമിയും ആൻറ്റിമാരൊക്കെ ഭയങ്കര കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പം സ്ട്രീറ്റ് ഫുഡ് എന്ന് പറയുമ്പോൾ അയ്യോ അത് ഹൈജീനിക് അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം
ഞങ്ങൾ ബീഫ് പറഞ്ഞേക്കണേ മുട്ട പൊട്ടിക്കൽസ്. ഇതിൻ്റെ അകത്ത് ഓംപ്ലേറ്റിൻ്റെ മുകളിൽ പൊറോട്ട, പിന്നെ അതിൻ്റെ അകത്ത് ബീഫ്, ഉള്ളി, സവോള അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുള്ള കവർ ചെയ്ത് സാൻഡ്വിച്ച് പോലത്തേക്ക് സാധനമാണ്. നല്ല ടേസ്റ്റാണ്. അതിന് മുന്നേ 2-3 വട്ടം ഇവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒന്ന് കഴിക്കാം. പക്ഷെ ഇത് പൊളിച്ച് കഴിക്കാൻ കുറച്ച് ചടങ്ങാണ്. ആ ചില്ലി ഫ്ലെക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് തട്ടുകടയിലുള്ള ചില്ലി ഫ്ലേക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില്ലി ഫ്ലേക്സ് ഇട്ട് പൊരിച്ച ആ നല്ല ചൂടുണ്ട് ഗൈസ്, നല്ല ചൂടുണ്ട്. ലൈവായിട്ട് ഉണ്ടാക്കി തട്ടുകടയിൽ അങ്ങനെയാണ് മിസ്റ്റർ. ചടങ്ങാണ്. ഭയങ്കര ചൂടാതെ തലവേദന എടുക്കണോ? ടേസ്റ്റ് കൊണ്ട് അതാണോ? ചൂടാണോ? നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ആദ്യമായിട്ട് കഴിക്കുന്നതല്ല, അറിയാം. സത്യം നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ആഹാരം കഴിക്കാറുണ്ടോ? ഒരു പീസ് ബീഫ്, പൊറോട്ട, കുറച്ച് ചിക്കൻ അല്ല മുട്ട എല്ലാം ഇങ്ങനെ എടുത്തിട്ട് റോൾ ചെയ്ത് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഉണ്ട്. സോ നമ്മളിവിടെ പട്ടം ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പോൾ നമ്മളിനി എന്തുവാ മെക്ഡൊണാൾഡ്സിൽ പോകണോ? കൺഫ്യൂഷനാണ്. KFC വേണോ മെക്ഡൊണാൾഡ്സ് പോകണോ എന്നൊരു ചെറിയ ഡൗട്ട്. രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട്. അവിടെ പോകാം. നീ പറ, അവിടെ പോകാം. ഓക്കെ, അവിടെ പോയിട്ട് കാണാം. ടു ജോക്കേഴ്സ്. നമ്മൾ ഏത് പറയാൻ പോകുന്നു? ഒരു ചോക്കോഹോളിക് ഷേക്കും പിന്നെ ഒരു കോംബോ ഇതുണ്ട്. ആ കോൾഡ് കോഫി, കോഫി ആൻഡ് 1 ബ്രൗൺ. ചോക്കോഹോളിക് ഷേക്ക്, 1 കോൾഡ് കോഫി, 1 ചോക്കോ ബ്രൗൺ. നമ്മുടെ മഫിനും വന്നു, പിന്നെ കോൾഡ് കോഫി. ഗൈസ്, നമ്മൾ വീട്ടിലെത്തി. ലാസ്റ്റ് റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പിന്നെ അങ്ങനെയൊക്കെ അങ്ങ് പോയി. പിന്നെ കസിൻ്റെ വീട്ടിൽ പോയി പോണായിരുന്നു. അപ്പം കസിനെയൊക്കെ കണ്ട് വീട്ടിലെത്തിയപ്പോൾ ഇച്ചിരി ലേറ്റായി. ഇപ്പം സമയം എത്ര? 12:30 എന്തോ ആയി. അപ്പം ലേറ്റായി, നല്ല ലേറ്റായി. പിന്നെ ഒന്നും എടുക്കാനുള്ളൊരു പുതിയ പെറ്റാണ് പെറ്റ്. സോ അതിനുള്ളൊരു ഇതൊന്നും കിട്ടിയില്ല. സോ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഇത് ഇടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അതാണ് വലിയൊരു ഫാക്ട്. പിന്നെ മാക്സിമം ഇടാൻ നോക്കാം. ആൻഡ് ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.